എല്ലാവർക്കും വലിയ നമസ്കാരം. ഡബ്ലിൻ ബല്ലു വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വലിയ സ്വാഗതം. കൃപാസനത്തിന്റെ വീഡിയോ ആണ് കേട്ടോ. സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് ആദ്യം കൂടാതെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. കൃപാസന സംബന്ധമായിട്ട് വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള പ്രേക്ഷകർ ഒരുപാട് പേര് ചോദിച്ചൊരു പ്രശ്നമാണ്. നമ്മൾ കൃപാസനത്തിൽ നമ്മൾ കൃപാസന ഉടമ്പടി എടുത്ത് അല്ലെങ്കിൽ തീർത്ഥാടന ഉടമ്പടി എടുക്കുമ്പോൾ ചെല്ലുമ്പോൾ നമുക്ക് എത്രമാത്രം പൈസ ചെലവുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകം ഒരു ഫീസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ വിചാരിച്ചാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഡബ്ലിൻ ബല്ലു വേൾഡ് കാണുന്നത്, ഇപ്പോൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ യാത്രകളെ കുറിച്ചും ഫുഡിനെ കുറിച്ചും കൃപാസനത്തെ കുറിച്ചും ഒക്കെ ഉള്ള വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. കൃപാസനത്തിൽ നമ്മൾ തീർത്ഥാടന ഉടമ്പടിയായിട്ട് എടുക്കുന്ന ആളുകൾക്ക് എത്ര രൂപ ചിലവാകും, അല്ലെന്നുണ്ടെങ്കിൽ അതിന് പൈസ ചിലവുണ്ടോ എന്ന് ചോദിച്ച ക്വസ്റ്റിന് ആൻസറുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, കൃപാസനത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്ന ആളുകൾക്ക് അതിനോടനുബന്ധിച്ചുള്ള ക്ലാസ്സുകൾ, അതിനോടനുബന്ധിച്ച എല്ലാ കാര്യങ്ങളും നമുക്കുണ്ടാവും. അപ്പോൾ ക്ലാസ്സുകൾ എല്ലാം കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പൈസയുടെ കാര്യങ്ങളിലേക്കൊക്കെ വരുന്നത്. നമ്മളിപ്പോൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഉടമ്പടി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ കാര്യങ്ങളെല്ലാം കഴിയുമ്പം നമുക്കുള്ളൊരു പാക്കേജ് പോലെ നമ്മുടെ ഉടമ്പടി രസീത് ഉൾപ്പെടെ നമ്മുടെ വിശിഷ്ട വസ്തുക്കൾ എല്ലാം കൂടെ ഉൾപ്പെടെ നമുക്ക് പൈസയുടെ ഒരു ചിലവുണ്ട് ആക്ച്വലി. ഇപ്പം നമുക്ക് കിട്ടുന്ന നമ്മുടെ ക്ലാസ്സുകൾ കഴിഞ്ഞ് നമ്മുടെ ഇതിന് മുന്നേ ആയിട്ട് നമ്മൾക്ക് നമ്മുടെ ഓഫീസുകളിൽ നമുക്ക് നമ്മുടെ വിശിഷ്ട വസ്തുക്കളെല്ലാം അവൈലബിൾ ആണ്. നമുക്ക് അവിടുന്ന് പൈസ കൊടുത്തിട്ട് അത് മേടിക്കാം. അത് മോസ്റ്റ്ലി നമ്മൾ ആ ഒരു പാക്കേജിൽ ഉൾപ്പെടുന്ന നമുക്ക് കത്തിക്കാനുള്ള തിരി നമുക്കറിയാം. 5 മണിക്കും അതുപോലെ തന്നെ 5:30ക്കും അതുപോലെ തന്നെ വൈകിട്ടൊക്കെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ തിരി കത്തിച്ചു വെച്ചിട്ടാണ് പ്രാർത്ഥന. പച്ചത്തിരി, നീലത്തിരി. അപ്പോൾ തിരി ഉൾപ്പെടെ പത്രം, കൃപാസനത്തിൻ്റെ പത്രം നമ്മൾ ആ ഒരു പാക്കേജിലുണ്ടാവും. അതുപോലെ തന്നെ കൃപാസനത്തിന് പത്രത്തോടൊപ്പം തന്നെ നമുക്ക് വിശിഷ്ട വസ്തുക്കളായ വെഞ്ചരിച്ച ഉപ്പും തൈലവും നമ്മൾക്ക് അതിൻ്റെ കൂടെ അവൈലബിൾ ആയിരിക്കും. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മോസ്റ്റ്ലി അവിടെ നിന്ന് കിട്ടുന്നത്. പിന്നെ പ്രാർത്ഥനാ പുസ്തകം, നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥന, പിന്നെ കൃപാസനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന ചൊല്ലുന്ന ആ പുസ്തകം കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പം ആ ഒരു പുസ്തകം കൂടെ ഉൾപ്പെട്ടാണ് നമ്മുടെ ഒരു പാക്കേജ് ആയിട്ട് വരുന്നത്. അപ്പം അതിന് ഒത്തിരി പൈസ ചിലവൊന്നുമില്ല. ഒരു 10-600 രൂപ താഴെയുള്ളൊരു ചിലവ് നമുക്ക് വരുന്നുള്ളൂ. ഒരുപാട് പൈസ ചിലവ് കാര്യങ്ങളൊന്നും അവിടെ നമുക്ക് വരുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം വിദേശത്തൊക്കെ താമസിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പുറത്തൊക്കെ താമസിക്കുന്ന ആളുകളാണെന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് എന്താ പറയുക, ഈ തിരി വന്ന് മേടിച്ചുകൊണ്ട് പോകാനുള്ള സാഹചര്യം ഓപ്ഷൻ നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെയുള്ള അവസരത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു മാസത്തേക്കുള്ള തിരി അല്ലെങ്കിൽ അത്രയും തിരിയാണ് നമ്മൾ തന്നുവിടുന്നത്. അപ്പം നമ്മൾ അത്രയും കഴിയുമ്പോൾ ആ തിരി നമ്മൾ തീർന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പോയി വിസിറ്റ് ചെയ്ത് അവിടുത്തെ ധ്യാനത്തും കാര്യങ്ങളൊക്കെ സംബന്ധിച്ച്, ഇപ്പോൾ നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ധ്യാനം കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് ഉടമ്പടി ധ്യാനങ്ങളുണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള ചുമ്മയാളും നമ്മൾ പോയി പ്രാർത്ഥിച്ചതിനുള്ള സാധനങ്ങൾ മേടിച്ച് നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ വിദേശത്താണെന്ന കാര്യങ്ങൾ നടക്കത്തില്ല. അപ്പം നമ്മൾ സാധാരണ വിദേശത്തുള്ളവർ തീർത്ഥാടന ഉടമ്പടിയായിട്ട് അവിടെ പോയി എടുക്കുന്നുണ്ടെങ്കിൽ ആ എടുക്കുമ്പോൾ തന്നെ അവർ അത്യാവശ്യം എക്സ്ട്രാ വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകാറുണ്ട് അതിനോടൊപ്പം തന്നെ. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും തിരിച്ചു വന്ന് മേടിക്കാനുള്ള ഒരു സാഹചര്യം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൈസ എക്സ്ട്രാ ആവാനുള്ള ചാൻസുണ്ട്. കാരണം നമ്മൾ മുൻകൂട്ടി സാധനങ്ങൾ എടുക്കുകയാണല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇപ്പം 3 മാസത്തെ ഉടമ്പടി എടുത്ത് നാട്ടിൽ തന്നെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ തിരി എപ്പോഴാണോ ഫസ്റ്റ് തിരി തീരുന്നത്, ആ തിരി തീർന്ന് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അവിടെ ചെന്ന് നമ്മുടെ പത്രവും തിരിയും അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. എനിക്ക് തോന്നുന്നു ഉടമ്പടിയിലുള്ള നമ്മുടെ വെഞ്ചരിച്ച നമ്മുടെ ഉപ്പും തൈലമൊന്നും രണ്ടാമത് മേടിക്കണമെന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ഒത്തിരി അത് ചിലവാകുന്നില്ലല്ലോ. എന്താ പറയുക, ഇപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ മേടിക്കണമെങ്കിൽ അങ്ങനെ നേരത്തെ നമ്മൾ വിദേശ രാജ്യങ്ങളുള്ളവരൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് മേടിച്ചുകൊണ്ട് പോകാൻ ഏറ്റവും നല്ലത്. അങ്ങനെ മേടിക്കുന്നവരുണ്ട്. അപ്പം ഇച്ചിരി പൈസ നമുക്ക് എക്സ്ട്രാ ആവുന്നുണ്ട് അതിന്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും പൈസയൊക്കെ അവിടെ ചിലവായിട്ട് ഉണ്ടാവുള്ളൂ. അധികം 1000 രൂപ താഴെ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്നുണ്ട് അവിടെ. പിന്നെ അതല്ലാതെ നമ്മുടെ ഓഫ്കോഴ്സ് ഞാൻ ഉടമ്പടി കാശ് രൂപത്തിൻ്റെ കാര്യം മറന്നു പോയി. ഉടമ്പടി കാശ് രൂപം കൂടെ ഉണ്ട് കേട്ടോ. ഇതിൽ തന്നെ സെപ്പറേറ്റ് ഡെപ്പയ്ക്കാതായിട്ട് നമുക്ക് ഉടമ്പടി കാശ് രൂപം, തിരിച്ച് ഉടമ്പടി കാശ് രൂപം വിശുദ്ധ വസ്തുക്കളുടെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മൾ ചിലരൊക്കെ ഉണ്ട്, നമ്മൾ എന്താ പറയുക, ഇപ്പം കൃപാസനത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ വിശുദ്ധ വസ്തുക്കളോടൊപ്പം തന്നെ നമ്മൾ മേടിക്കുന്ന അല്ലാതെ തന്നെ കൊന്തകൾ, വെന്തിങ്ങ, കാശുരൂപം, അല്ലെന്നുണ്ടെങ്കിൽ ബൈബിള്, അങ്ങനെയുള്ള കുറേ അല്ലാതെ പള്ളി സംബന്ധമായിട്ടുള്ള കുറേ വിശുദ്ധമായിട്ടുള്ള വസ്തുക്കളും അല്ലെങ്കിൽ വെഞ്ചരിക്കാത്ത വസ്തുക്കളൊക്കെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ ഓഫ് കോഴ്സ് സെപ്പറേറ്റ് തന്നെയാണ്. ഈ ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളിൽ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഉണ്ടാവുള്ളൂ.
അപ്പം ഇപ്പം ഞാനിപ്പോൾ ചോദിച്ച ഒരാൾ അത് പുറത്തുനിന്നുള്ള ഒരാളാണെന്ന് തോന്നുന്നു ചോദിച്ചത്. അപ്പം ചോദിച്ച ആളുകൾ പുറത്തുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മുൻകൂട്ടി സാധനങ്ങൾ ഇപ്പം 3 മാസത്തേക്ക് നമുക്ക് എത്ര ചിലവാകും അല്ലെങ്കിൽ എത്ര നമുക്ക് വേണം അത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമുക്ക് തിരിച്ച് വരാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നവർക്ക് ഈ സാധനങ്ങൾ കിട്ടത്തില്ല ഉറപ്പായിട്ട്. നമുക്ക് ഇപ്പം ദൂരെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇവരൊന്ന് അയച്ചു തരാനും നമുക്ക് ഇവരെ കൊണ്ട് അവർ അയച്ചു തരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള സാധനങ്ങൾ ഉടമ്പടി ഓൺലൈനായിട്ട് എടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ ഉടമ്പടി നേരിട്ട് പോയി തീർത്ഥാടന ഉടമ്പടിയായിട്ട് പോയി എടുക്കാതിരിക്കും ഏറ്റവും നല്ലത്. കാരണം അതിനെക്കുറിച്ചുള്ള കുറച്ചും കൂടെ ധാരണയും നമുക്ക് ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പം കറക്റ്റ് ഉടമ്പടി എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, എന്തെല്ലാം ആണ് അതിൻ്റെ നമ്മൾ പാലിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ വർജിക്കേണ്ടത്, എല്ലാം നമ്മൾ വളരെ വിശദമായിട്ടുള്ള ഒരു ക്ലാസ്സുകൾ നമുക്ക് എടുത്തു തരുന്നുണ്ട് ഉടമ്പടിയോടനുബന്ധിച്ച്. അപ്പം പറ്റുന്നവർ നമുക്ക് സാധാരണ നാട്ടിലൊക്കെ വരുമ്പം അതുകൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കണ്ട എന്നല്ല, പക്ഷെ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതിൽ നല്ല നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് തീർത്ഥാടന ഉടമ്പടിയായിട്ട് നമ്മുടെ സെന്ററിൽ പോയി നമ്മുടെ പള്ളിയിൽ പോയി നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് അത് എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം. കുറച്ചും കൂടെ നമുക്കൊരു ഇമ്പോർട്ടൻസും കുറച്ചും കൂടെ നമുക്കൊരു തീവ്രതയും അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരു ഇൻവോൾവ്മെന്റും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് കൃപാസന ഉടമ്പടിയുടെ തീർത്ഥാടന ഉടമ്പടി എന്ന് പറയുന്നത്. സോ ബാക്കിയുള്ളവർക്ക് നമുക്ക് തിരി കിട്ടുന്നില്ല, തിരി കത്തിച്ച് വെച്ചല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എല്ലാം നമ്മൾ ഉടമ്പടിയുടെ പ്രാർത്ഥനകൾ നമ്മൾ എല്ലാം ചെല്ലുന്നത് ഉടമ്പടി തിരികളൊന്നും കത്തിച്ചല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് കുറവോ അല്ലെന്നുണ്ടെങ്കിലോ സീരിയസ്നെസ്സോ ഒരു പക്ഷേ എനിക്ക് ഉറപ്പില്ല, പക്ഷെ ഉണ്ടാവാതിരിക്കാം. പക്ഷെ ഇത് എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് നമ്മൾ 5:30 എണിച്ച് നമ്മൾ നീലത്തിരി പച്ചത്തിരി എല്ലാം കത്തിച്ച് വെച്ചാണ് നമ്മൾ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ പുസ്തകത്തിൽ അതുപോലെ കൃപാസനത്തിന്റെ വ്യതിരിച്ച കാശുരൂപയൊക്കെ നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം അതിൻ്റെതായ ഒരു വ്യത്യാസം നമുക്ക് എപ്പോഴും ഉണ്ട് അല്ലെ. നമ്മുടെ മുന്നിൽ എന്തെങ്കിലും കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴും അതുപോലെ ഇമാജിൻ ചെയ്യുന്നതൊക്കെ വ്യത്യാസമുണ്ടല്ലേ. അപ്പം എനിക്ക് തോന്നുന്നു തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യം. കഴിയുന്നവർ നമ്മൾ എന്താ പറയുക ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പോൾ ഉടമ്പടി വസ്തുക്കളിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അത്തരം കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഉടമ്പടി കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയറിനെ കുറിച്ച് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഉടമ്പടി ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് നമുക്കുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുക നമുക്ക് കിട്ടാനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചതിന് ശേഷം നമുക്ക് ഓഫ്കോഴ്സ് നമുക്ക് അവിടെ പ്രതിജ്ഞയൊക്കെ ഉണ്ട്. നമ്മുടെ ആൾക്കാരുടെ മുന്നിൽ കയറി നമ്മൾ വിളക്ക് കത്തിക്കുന്നുണ്ട്, ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥന നമ്മുടെ ആ ഒരു കുഞ്ഞു ചാപ്പലിൽ പോയിട്ട് നമ്മളെല്ലാവരും കൈപിടിച്ച് നമ്മുടെ പ്രതീക്ഷീകരണ പ്രാർത്ഥന നമ്മൾ ചെല്ലുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എഴുതുന്ന നമ്മുടെ നിയോഗ കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതിയ പേപ്പറിൽ എഴുതി അത് നമ്മുടെ ആൾക്കാരുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഉടമ്പടിയുടെ ക്ലാസ്സുകൾ കഴിഞ്ഞ് നമുക്ക് ചെയ്യാറുണ്ട്. അപ്പം എത്ര സമയം അല്ലെങ്കിൽ എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ കൃപാസനത്തിൽ ഞാൻ പോയ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഏകദേശം ഒരു 5:30-6 മണി ആ സമയമായിട്ടായപ്പോഴത്തേക്കും കൃപാസനത്തിൽ എത്താൻ പാകത്തിനാണ് നമ്മൾ ഉടമ്പടി എടുക്കാനായിട്ട് പോയത്. അപ്പം അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ക്യൂലൊക്കെ നിന്ന് നേരത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് നമുക്ക് മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മുടെ പ്രതിജ്ഞയും കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ വിളക്കെല്ലാം കത്തിച്ച് ഈ കൃപാസന ഉടമ്പടി എടുക്കുമ്പോഴുള്ള എല്ലാ പ്രൊസീജിയറുകളെല്ലാം പൂർത്തിയാക്കി നമുക്ക് ഏകദേശം 2 to 2:30 ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് തിരിച്ചു പോകുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റും. അല്ല നമ്മൾ താമസിച്ച വന്നെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള താമസിച്ചുള്ള ക്ലാസ്സുകളായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം അതനുസരിച്ച് നമ്മൾ ലേറ്റ് ആവാനുള്ള ചാൻസുകൾ പ്രത്യേകമായിട്ട് ഓർക്കുക. അപ്പം ദൂരെ നിന്നുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമ്മൾ സ്വന്തം വണ്ടിക്ക് എല്ലാം തന്നെ വരുന്നേ എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അവിടെ എവിടെയെങ്കിലും നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡ് എടുത്തോ KSRTC സ്റ്റാൻഡ് എടുത്ത് എവിടെയെങ്കിലും റൂം എടുത്ത് താമസിച്ചുകൊണ്ട് വന്ന് നിൽക്കുമായിരിക്കും ഏറ്റവും സുഖം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയമാകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ പള്ളിയിലെത്താനായിട്ട് പറ്റും. പള്ളിയിലെത്തി നമുക്ക് അവിടെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ കറക്റ്റ് സമയത്ത് പള്ളിയിലുള്ളിൽ കയറി കാര്യങ്ങളെല്ലാം നടത്തി നമുക്ക് 3 മണിക്ക് മുന്നേ 2:30 to 3 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം തീർത്ത് തിരിച്ചു പോരാനായിട്ട് പറ്റും. അതല്ലാതെ നമ്മൾ ഒരുപാട് താമസിച്ച വന്നെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് ലേറ്റ് ആകും. കാരണം ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ് കൃപാസനം, ഒരുപാട് തിരക്കുകളുള്ള സ്ഥലമാണ് കൃപാസനം. നമ്മൾ ഓഫീസുകൾ വിസിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ സാധനങ്ങൾ മേടിക്കാനും അതുപോലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനൊക്കെ ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമുക്കറിയാം നല്ലൊരു തിരക്കിൻ്റെ ഒക്കെ സമയമുള്ളതായതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ലേറ്റായിട്ട് കഴിയുള്ളൂ. അപ്പം ഓർക്കുക നമ്മൾ ശരിക്കും അടുത്തും പോകും.
ഇപ്പം അത്യാവശ്യം നമ്മൾ നേരത്തെ വരുവാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയിലൊക്കെ ഇപ്പം നമ്മുടെ ഈ ഒരു നാട്ടിലത്തെ ഒരു കാലാവസ്ഥയിലൊക്കെ നമുക്ക് പെട്ടെന്ന് നേരത്തെ വന്ന കാര്യങ്ങൾ ചെയ്തു പോകായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചോദിച്ച ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ്. പിന്നെ നമുക്കറിയാം ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഇവർക്കിപ്പം ഈ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന ആളുകൾക്ക് തിരിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അയച്ചു തരിക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള കാര്യമാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നാട്ടിൽ വരുന്ന സമയത്ത് നേരിട്ട് പോയി തീർത്ഥാടന ഉടമ്പടി എടുത്തുകൊണ്ട് സാധനങ്ങളൊക്കെ മേടിച്ച് പോയിട്ട് ഉടമ്പടി കണ്ടിന്യൂ ചെയ്ത് പോകുമായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമ്മുടെ എല്ലാത്തും നമ്മളുടെ ടൈമാണല്ലോ. ഇപ്പം നമ്മൾ ഒരുപാട് തിരക്കുകളൊക്കെ പിടിച്ചൊരു സമയത്താണ് നമ്മൾ ഉടമ്പടി എടുക്കാനായിട്ട് പോകരുത്. കാരണം ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉടമ്പടിയിലുള്ള പല കാര്യങ്ങളും നമുക്ക് പൂർത്തീകരിക്കാനോ സാധിച്ചു കൊണ്ടുപോകാനോ അല്ലെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട രീതിയിൽ നല്ല ഒരു എഫക്റ്റോട് കൂടി ചെയ്യാൻ നമുക്ക് സാധിക്കാത്ത ഒരു അവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉടമ്പടിയിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ നമ്മുടെ ഉചിതമായിട്ടുള്ള ഒരു ടൈം കണ്ടുപിടിച്ച് അല്ലെങ്കിൽ നല്ലൊരു ടൈം നോക്കി വെച്ച് ആ ഒരു ടൈമിൽ ഉടമ്പടി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരു പക്ഷെ നമ്മൾ പറയും ഇപ്പം നമ്മളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഉടമ്പടി എടുക്കാൻ നമുക്ക് സാധിക്കത്തില്ല. കുറേയൊക്കെ ത്യാഗങ്ങളും അല്ലെങ്കിൽ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമേ നമുക്ക് ഉടമ്പടി കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പം ജീവിതത്തിലെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഉടമ്പടി എടുക്കാൻ തന്നെ ഒരിക്കലും നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല. അപ്പം അത്യാവശ്യം തിരക്കുകളൊക്കെ മാറ്റി വെച്ച് നമുക്ക് കിട്ടുന്ന ഒരു സമയം നോക്കി വേണം നമ്മൾ ഉടമ്പടി എടുക്കാൻ. കാരണം അതിന് പാലിച്ച് പോകേണ്ട ഇപ്പം നമ്മൾ പള്ളിയിൽ പോകുന്നതായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ആരോഗ്യങ്ങൾ സന്ദർശിക്കാൻ പോകുന്നതായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ പാവങ്ങളെ സഹായിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പത്രവിതരണത്തിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കതിനകത്ത് ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതെടുക്കുമായിരിക്കും ഏറ്റവും നല്ലത്. സമയം ചെലവഴിച്ചുകൊണ്ട് 3 മാസത്തേക്ക് നമ്മൾ ഇതിനുള്ളിൽ ഉൾപ്പെട്ട് ഏറ്റവും നന്നായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് ശ്രമിക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ നിയമങ്ങളൊക്കെ നമുക്ക് സാധിച്ചു കിട്ടുന്നു, നമ്മുടെ ജീവിതത്തിൽ ചേഞ്ചസ് ഉണ്ടാകുന്നു, നമ്മൾ വേറെ തന്നെ നമ്മൾ തന്നെ ഒന്ന് റീക്രിയേറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക റിട്രീറ്റ് ആക്കാനൊക്കെ നമ്മൾ സഹായിക്കുന്നു. ഓഫ് കോഴ്സ് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ ചോദിച്ച ഓരോ ക്വസ്റ്റ്യൻസിന് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു. ശരി എന്നാൽ.